കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന കേരളത്തിന്റെ ഹർജി സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നേട്ടമല്ല, മറിച്ച് സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കെടുകാര്യസ്ഥതയാണ് എല്ലാത്തിനും കാരണമെന്നും കോടതി പറയുന്നു. UDF ഉയർത്തിയ വാദങ്ങൾ കോടതി ശരിവെച്ചെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ മിസ്മാനേജ്മെന്റാണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. റിസർവ് ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് പണം കടം കിട്ടുമായിരുന്നു. എന്നാൽ 9.72% പലിശയ്ക്ക് മസാല ബോണ്ട് എടുത്തു. പവന് 4000 രൂപ ഉണ്ടായിരുന്ന കാലത്തെ അതേ നികുതി തന്നെയാണ് ഇന്നും. 14 ഇരട്ടി വില വർദ്ധിച്ചിട്ടും നികുതി വർധന ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സർക്കാർ കഴുത്തുഞെരിച്ചു കൊന്നു. ഇനി കടമെടുക്കാൻ സർക്കാരിനെ അനുവദിച്ചാൽ എന്താകും സ്ഥിതിയെന്നും അദ്ദേഹം ചോദിച്ചു. പിണറായി സർക്കാരിന്റെ മിസ്മാനേജ്മെന്റാണ് ധനപ്രതിസന്ധിക്ക് കാരണം. ഇതിന്റെ മുഖ്യ ഉത്തരവാദി തോമസ് ഐസക്കാണെന്നും നികുതി പിരിക്കുന്നതിലെ വീഴ്ചയും ദുർച്ചെലവും അഴിമതിയുമൊക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും കേരളത്തെ ഇടത് സർക്കാർ മുടിപ്പിച്ചുവെന്നും വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ നടപടികളാണ്. പ്രത്യേകിച്ച് 2016-17 മുതൽ 2020-21 വരെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒന്നാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭയുടെ കാലത്തുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നങ്ങളാണ്, മിസ്മാനേജ്മെന്റാണ് ഈ സംസ്ഥാനത്തിന്റെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. മാസപ്പടി വിവാദത്തിലും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. മാസപ്പടി നൽകിയ 12 സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തുറന്നു പറയാതിരുന്നതെന്ന് സതീശൻ ചോദിച്ചു. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നതായി ആനി രാജ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, പത്തനംതിട്ട.